ഇന്നലെ ഞങ്ങൾ മൂക്കിന് തുമ്പത്ത് ഓനുണ്ട്, കുമാരസ്വാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓനുണ്ട്, ഓൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഓൻ അവിടേക്ക് മാറി നിന്ന്. ഇന്നലെ രാവിലാണ് ഓൻ അവിടുന്ന് ബാഗും പെട്ടിയൊക്കെ എടുത്ത് പോകുന്നത്, വേറെ എങ്ങോട്ടോ മാറുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ആരാ വിളിച്ചതെന്ന് അറിയില്ല, ഇവനെ എവിടുന്ന സാധനം കിട്ടുന്നതെന്ന് അറിയാം. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഓൻ അധികമായിട്ട് പൈസ ഒന്നും ഓൻ ഉപയോഗിക്കുന്നില്ല, പിന്നെ ഇവനെങ്ങനെ സാധനം കിട്ടുന്നതെന്നൊന്നും അറിയില്ല. ഇന്നലെ രാത്രി വന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ ഫോണിൽ ഈ പോലീസിനെ തടഞ്ഞ വീഡിയോസ് കേൾക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ വാങ്ങി ഓൻ അത് കണ്ടതിന് ശേഷം അവന് വീണ്ടും വയലൻ്റായി. അപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി. എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്, 55 വയസ്സായൊരു ഉമ്മ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. വീട്ടിലുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും 3 പ്രാവശ്യം ഞാൻ ഇന്നലെ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഓനെ കൊണ്ടുപോകാൻ വേണ്ടി സഹായത്തിൽ ചോദിച്ചിട്ട് അപ്പോൾ പോലീസ് അന്വേഷിക്കാതെ വരെ ഓന് പറഞ്ഞത് ഓൻ്റെ ലൊക്കേഷൻ കാണുന്നില്ല. എനിക്കറിയാം ഓൻ എവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ രാത്രി പോയപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് രാത്രി പോയപ്പോൾ ഒരു പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ എന്നാൽ ഇന്നൊരു ദിവസങ്ങളിൽ ലോക്കപ്പിലിട്ട് നാളെ എല്ലാവരും കൂടെ വന്നിട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോന്ന് ഇവിടെ കമ്മീഷൻ ഓഫീസിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല. നാളെ സാറ് വന്നിട്ട് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടെയും പോയി. അവിടെ നിന്നും പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ കൊടുക്കുന്നു. ഇവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇവർ ഒന്നുകിൽ ഇവർ ലഹരിക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക, ഇവർ ഓരോട് പൈസ വാങ്ങിയിട്ടോ എന്താണെന്നറിയില്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. മകനെ പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോകേണ്ട അവസ്ഥയിലാണ്. അതെ, മകനെ പേടിച്ചോണ്ട് ഈ അസുഖം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് ഓന് ഒന്നും ചെയ്യാൻ പറ്റാത്ത എറുമ്പിനെ പോലും നോവിക്കാൻ പറ്റും. അതേ ഇതിൽ ഓന് ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കുറേ ഫോട്ടോ വന്നിട്ട് മെനയാന്ന് ഓരത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഫോട്ടോ വരിക ഒന്നും ചെയ്യൂലായിരുന്നു. ഇവരത് എന്തോ ചെയ്യിപ്പിച്ചതാണ് ഇവരെ കൊണ്ട്. ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്നുള്ളത് അറിയാം. ഇതാണിപ്പോൾ